കെ സാർ നമസ്കാരം. നമസ്കാരം. ഒരു ഇടവേളയ്ക്ക് ശേഷം നമ്മൾ വീണ്ടും കണ്ടുകൊണ്ടിരിക്കുകയാണ്. സന്തോഷം. കണ്ടിട്ടും കുറെ കാലമായി. അതെ, തീർച്ചയായിട്ടും സാറിനോട് സംസാരിക്കുന്നത് എനിക്കൊരു നമുക്കൊക്കെ തന്നെ ഒരു എനർജി കിട്ടുന്നതും നമ്മുടെയൊക്കെ പലപ്പോഴും സാറിൻ്റെ കമൻസൊക്കെ ഞങ്ങളെയൊക്കെ ഐ ഓപ്പണറും കൂടിയാണ്. ആ അർത്ഥത്തിൽ ഞാൻ സാറിൻ്റെ അക്ഷരാർത്ഥത്തിൽ സ്റ്റുഡൻ്റാണ്. ഞാൻ ഇന്ന് സാറിനോട് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നൊരു വിഷയം സാറിനും കൂടി താല്പര്യം ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അത് സൗദി അറേബ്യയിൽ നടക്കുന്ന പരിഷ്കാരങ്ങളാണ്. ഞാൻ 10 കൊല്ലം അവിടുത്തെ ഇന്ത്യൻ എംബസി സ്കൂളിൽ അധ്യാപകനായിരുന്നു. അന്നത്തെ എന്ന് വെച്ചാൽ 2004 കാലത്തൊക്കെയുള്ള ഒരു സൗദി അറേബ്യ ഇന്ന് നമുക്ക് സ്വപ്നത്തിൽ കാണാൻ പറ്റില്ല. ഇപ്പോൾ എൻ്റെ മക്കളവിടെ കുടുംബസമേതമുണ്ട്, മോളും മരുമോനും ഒക്കെ. അവർ പറഞ്ഞ അത്ഭുതകരമാണ്. ഒന്ന്, അവിടുത്തെ ഈ ഇസ്ലാമിക വേഷവിധാനം നിർബന്ധമാക്കുന്ന എടുത്തു കളഞ്ഞു. 2, പെൺകുട്ടികൾക്ക് ഡ്രൈവ് ചെയ്യാമെന്ന അവസ്ഥ വന്നു. 3, അവിടെ അവർക്ക് പുറത്തു പോകുന്നതിന് ആൺതുണ ഇല്ലാതെ യാത്ര ചെയ്യാമെന്ന്. അങ്ങനെയാണ് നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ ഇപ്പോൾ ഹജ്ജിനും ഉംറക്കും തുണയില്ലാതെ പെണ്ണുങ്ങൾക്ക് ചെല്ലാമെന്ന് വന്നു. വേറൊന്ന്, അവിടെ തിയേറ്ററുകൾ വന്നു, സിനിമ കാണാൻ തുടങ്ങി. വലിയൊരു ഓപ്പണിംഗ് ആണ്. മുഹമ്മദ് ബിൻ സൽമാൻ ഒരു ഏകാധിപതിയുടെ സ്വഭാവം കാണിച്ചിരുന്നു, വലിയ വിമർശനങ്ങൾ അത് ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ അദ്ദേഹം ആദ്യത്തെ ഘട്ടം കഴിഞ്ഞപ്പോൾ വളരെ ഉദാരമായി മനുഷ്യർക്ക് ആർക്കും തള്ളിപ്പറയാനാവാത്ത ഭരണപരിഷ്കാരങ്ങളുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. സാറിനെ പോലെ അറബ് ലോകത്തെയും കേരളത്തിലെ ഇസ്ലാമിക സമൂഹത്തെയും അവരുടെ പരിവർത്തനത്തെയും സൂക്ഷ്മമായി നോക്കിക്കാണുന്ന ഒരു ജീനിയസ് എന്ന നിലയിൽ ഞങ്ങൾക്കൊക്കെ പ്രിയപ്പെട്ട ഞങ്ങളുടെ PSC ചെയർമാനും ഞങ്ങളുടെ യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലറൊക്കെ ആയിരുന്ന ഒരു അക്കാഡമിക് എന്ന നിലയിൽ സാർ എങ്ങനെ ഇത് നോക്കിക്കാണുന്നു എനിക്കറിയാൻ താല്പര്യമുണ്ട്. അല്ല, ഞാനിതിനെ കാണുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരു വലിയ മാറ്റമാണ്. ഇത്തരത്തിൽ വളരെ ബോൾഡായ ഒരു ഡിസിഷൻ എടുത്തതിനെ ഞാൻ അതിൻ്റെ ഭരണാധികാരിയെ അഭിനന്ദിക്കുകയാണ് ഈ സന്ദർഭത്തിൽ. ഇതിൻ്റെ ഈ സൗദി എന്ന് പറഞ്ഞ സംഗതി വരുന്നത് എന്നുകൂടി ഞാൻ 1727 സൗദി എന്ന് പറയുന്ന ഒരു കൊച്ചു പ്രദേശം രൂപപ്പെട്ടു വരുന്നത്. നജ്ദ് കേന്ദ്രീകരിച്ച് 2 പേരാണ് അതിൻ്റെ വലിയ കക്ഷികൾ. ആദ്യത്തെ കക്ഷി എന്ന് പറഞ്ഞാൽ അബ്ദുൽ അസീസ് ബിൻ അബ്ദുൽ റഹ്മാൻ അൽ സഊദ്. അബ്ദുൽ അസീസ് അതാണ് കിങ് അബ്ദുൽ അസീസ് എന്നും. അതിൽ നിന്നാണ് സഊദി വന്ന സൗദി വരുന്നത്. സൗദ്. ഒപ്പം ആരാ ചേർന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മറ്റേ വഹാബ്, മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ്, ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ അല്ലേ? അബ്ദുലായിരിക്കും അല്ലേ? അബ്ദുൽ വഹാബാണ് വരുന്നത്. വഹാബ് വലിയൊരു തിയോളജിക്കൽ സ്കോളറാണ്. ഇദ്ദേഹം നല്ല കൈക്കരുത്തൊക്കെട്ടായിരുന്ന ഒരു യോദ്ധാവാണ്. പക്ഷെ ഇവർക്കൊന്നും വലിയ രാജ്യമില്ല, ഒന്നുമില്ല, അന്ന് ചതറി കിടക്കുകയാണ്. അപ്പോൾ ഇവർ 2 പേരും കൂടി ചേർന്നിട്ടാണ് സൗദി അറേബ്യ ഉണ്ടാക്കുന്നത്, കിങ്ഡം ഉണ്ടാക്കിയാണ്. അത് 1727 അത് സംഭവിക്കുന്നത്. അപ്പോൾ അതിനെങ്ങനെയാണെന്ന് വെച്ചാൽ അത് ഒരു പ്രോഡക്റ്റ് മാർക്കറ്റ് ചെയ്യുന്നതിൻ്റെ ടെക്നിക്ക് അതിൽ നിന്ന് പഠിക്കേണ്ടതാണ്. ആദ്യം തന്നെ ഒരു ബ്രാൻഡ് ഉണ്ടാക്കിയാണ്. ആ ബ്രാൻഡിൻ്റെ പേരാണ് പ്യുവർ ഇസ്ലാം അഥവാ വഹാബിസം എന്ന് പറയുന്നത്. ആദ്യം തന്നെ പ്രഖ്യാപിച്ചത് എന്താണെന്ന് വെച്ചാൽ അന്ന് സൗദി അറേബ്യയിൽ നിലനിന്നിരുന്ന ഇസ്ലാം ഫെയ്ത്ത് ഉണ്ട്. അത് നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടായിരുന്നത് പോലെയാണ്. കാരണം നമ്മുടെ നാട്ടിൽ അങ്ങനെ ഒരു ഇസ്ലാമല്ല ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ മലപ്പുറത്തുള്ള ഒരു ഇസ്ലാമിക് പ്രാക്ടീസൊന്നും കൊച്ചിയിലും തിരുവിതാംകൂറിലൊന്നും ഉണ്ടായിരുന്നില്ല. തീർച്ചയായിട്ടും ആ വ്യത്യാസം പാലക്കാട്ടും ഈരാറ്റുപേട്ടയിലും ചെല്ലാം വളരെ പ്രകടമായിട്ട് കാണാൻ പറ്റും. കാരണം അതിൻ്റെ ഒരു വലിയൊരു മാറ്റമുണ്ട്. കാരണം ഇവിടെ അങ്ങനത്തെ അല്ല. പിന്നെ വേറൊന്നും കൂടിയുണ്ട്. ഇവിടെ ഉണ്ടായിരുന്ന മുസ്ലിംസിൽ തന്നെ മറ്റേ ഇത് ജാറത്തിൽ പോകുന്നവരുണ്ട്, അവരവിടെ പോകും. അല്ലാതെ പിന്നെ ഈ ഇന്ത്യയിലുണ്ടായിരുന്ന അല്ലെങ്കിൽ കേരളത്തിലുണ്ടായിരുന്ന മതാചാരങ്ങളുമായി ബന്ധിപ്പിച്ചുകൊണ്ടുള്ള ഇസ്ലാമിക വേർഷൻസ് ഉണ്ടായിരുന്നു. വേർഷൻസ് ഉണ്ടായിരുന്നു. അതൊക്കെ ചെയ്ത് ഇവിടെ മനുഷ്യർ ജീവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ലോകത്ത് അവിടെ അങ്ങനെ തന്നെയായിരുന്നു. അപ്പോൾ ഈ വഹാബ് ആദ്യം തന്നെ പ്രഖ്യാപിച്ചു ഇതല്ല ഇസ്ലാം, പ്യുവർ ഇസ്ലാം ഞാൻ പറഞ്ഞു തരാമെന്ന് പറഞ്ഞു. അങ്ങനെ പ്യുവർ ഇസ്ലാം പറഞ്ഞു കൊടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഇദ്ദേഹം ഇൻസിസ്റ്റ് ചെയ്തത് പ്രവാചകൻ്റെ കാലത്ത് ഉണ്ടായിരുന്നത് എന്തോ അത് അപ്പാടെ വേണം എന്നുള്ളതാണ്. അതിലൊരു പ്രശ്നമുള്ളതെന്ന് വെച്ചാൽ പ്രവാചകൻ്റെ കാലത്ത് ഉണ്ടായിരുന്നു എന്ന് സങ്കല്പിക്കപ്പെടുന്നതും വിശ്വസിക്കപ്പെടുന്നതുമായ ജീവിത രീതികളെക്കുറിച്ച് തന്നെ വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട്.
അല്ലാണ്ട് ഒറ്റ അഭിപ്രായം അതിനകത്തില്ല. അതിപ്പോൾ ഹദീസുകൾ, അതുകൊണ്ടാണ് ഹദീസുകൾ ഒരുപാട് വരുന്നതും ഒരു ഹദീസ് വേറൊരു ഹദീസിൽ നിന്ന് വ്യത്യാസപ്പെടാനുള്ള കാരണം തള്ളിക്കളയുന്നതും കൂട്ടിച്ചേർക്കുന്നതും ഒക്കെ എൻ്റെ കാരണം അതാണ്. അതും ഒരു ബഹുസ്വരതയുടെ ഭാഗമായിട്ടായിരുന്നു. പക്ഷേ ഇയാൾ പറഞ്ഞ് ഇതാണ് സംഭവം എന്ന് പറഞ്ഞിട്ട് ഇതാണ് പ്യുവർ ബ്രാൻഡ് എന്ന് പറയുകയാണ് ചെയ്ത്. ഞങ്ങൾക്ക് ബ്രാഞ്ചുകളില്ല, ഇവിടെ മാത്രമേ ഉള്ളൂ എന്ന് പറയുന്ന ഇപ്പോഴത്തെ വ്യാപാര തന്ത്രത്തിൻ്റെ ഭാഗമായിട്ട് ഇദ്ദേഹം കൊണ്ടുവന്നതാണ് ഈ പറഞ്ഞ പ്യുവർ ഇസ്ലാം. ആ പ്യുവർ ഇസ്ലാമിനാണ് ഈ വഹാബിസം എന്ന് പറയുന്നത്. അപ്പോൾ പ്യുവർ ഇസ്ലാമിൽ ആഹാരം, വസ്ത്രം, പാർപ്പിടം, വൈദ്യസഹായം, വിദ്യാഭ്യാസം ഇതൊക്കെ മറ്റുള്ളതിൽ നിന്നും വ്യത്യസ്തമായിരിക്കണമെന്ന് നിർബന്ധമുണ്ട്. അങ്ങനെ ഈ അടിസ്ഥാന മാനവിക ആവശ്യങ്ങളിൽ വ്യത്യസ്തത പുലർത്തുന്ന ഒരു ജീവിത പദ്ധതിക്കാണ് ഈ അബ്ദുൽ വഹാബ് രൂപം കൊടുത്തതും അതാണ് വഹാബിസമായിട്ട് വരുന്നതും. ഈ വഹാബിസത്തിൻ്റെ പ്രചാരണം സൗദി അറേബ്യ അതിൻ്റെ ഔദ്യോഗിക ദൗത്യമായി അംഗീകരിക്കുകയും ചെയ്തു. അങ്ങനെ ആ പ്രദേശത്തുണ്ടായിരുന്ന സ്ഥലങ്ങളെല്ലാം കൂട്ടിച്ചേർത്തിട്ടാണ് ഇത് വരുന്നത്. 1932 ആധുനിക സൗദി അറേബ്യ രൂപം കൊള്ളുന്നത്. ആ 32ൻ്റെ പ്രത്യേകത 32 ശരിക്കും പെട്രോ ഡോളർ സിസ്റ്റം ആരംഭിക്കുന്നത്. അത് 32 സർ? 32 വന്നിട്ടുണ്ട്. 70s ഫ്ലറിഷ് ചെയ്ത് വന്നത്. കണ്ടെത്തിയത് 32 32 ഇത് കണ്ടെത്തിയത്. 32 അവിടെയും ഒരു പ്രത്യേകതയുണ്ട്. ഈ വഹാബിസം ഒക്കെ പറയുമെങ്കിലും അവിടുത്തെ ഈ അരാംകോ ഉണ്ടല്ലോ, ആ അരാംകോയുടെ പ്രദേശത്തുള്ളത് അമേരിക്കൻ നിയമമാണ്. അതെ, അവിടെ ഈ സൗദി നിയമങ്ങൾ ബാധകമല്ല. അവിടെ സൗദി നിയമങ്ങളേ ഇല്ല. ഞാൻ അന്നേ കണ്ടതാണ്. ഡ്രസ് കോഡില്ല, യൂണിയൻ ഉണ്ട്, ബാറുണ്ട്, ഹോട്ടലുണ്ട്, എല്ലാം വരുന്ന ഒരു പ്രദേശമാണത്. അവിടെ പോയിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും. രണ്ടും തമ്മിൽ ഒരു ബന്ധമില്ലാത്ത തരത്തിലുള്ള ലോകമാണ്. അതെന്താ കാര്യം എന്ന് വെച്ചാൽ ഇത് സൗദി അറേബ്യയുടെ സാമ്പത്തിക ഭദ്രത വളർത്തുന്നതിൽ ഈ ആരാംകോ വഹിച്ച വലിയ പങ്ക് വഹിച്ച് അത് അമേരിക്കൻ ഓയിൽ കമ്പനിയാണ് അരാംകോ. അപ്പോൾ അത് വന്നപ്പോഴേക്കും അതിൽ വലിയ പങ്ക് വഹിച്ചു. അത് ഈ 32 തുടങ്ങിയ ഇവരുടെ പ്രവർത്തനം. അന്ന് തുടങ്ങിയാണ് ഈ മോഡേൺ സൗദി അറേബ്യ വരുന്നത്. ആ മോഡേൺ സൗദി അറേബ്യ വന്നു കഴിഞ്ഞപ്പോഴേക്കും എന്ത് പറ്റിയെന്ന് വെച്ചാൽ പ്യുവർ ഇസ്ലാം എന്ന സങ്കല്പം ഉള്ളതുകൊണ്ട് മറ്റ് ഇസ്ലാമിക രാജ്യങ്ങൾ ഒരു മാതൃകാ രാജ്യമായിട്ട് സൗദി അറേബ്യ അംഗീകരിക്കുന്നുണ്ടായി. ഇതാണ് ഒരു മാതൃക, ലോക മാതൃക എന്ന് പറഞ്ഞിട്ട് പ്രാതിനിധ്യ സ്വഭാവം വന്നിട്ട് ഇതാണൊരു ലോക മാതൃക. അതുകൊണ്ട് ഇത് പ്രചരിപ്പിക്കണമെന്ന് പറഞ്ഞ് ഖത്തർ ആണ് ആദ്യം തന്നെ ഇതിനു വേണ്ടി കൂടുന്ന ഒരു രാജ്യം. അതിൽ അല്പം വിട്ടുനിന്നു എന്ന് പറയാവുന്ന ചില രാജ്യങ്ങളുണ്ട്. ഇപ്പോൾ നമ്മുടെ ഇറാൻ അതിൽ നിന്ന് ആദ്യം കുറച്ച് മാറിയെന്നില്ല. അതിന് കാരണം വേറെയാണ്. മറ്റേ എക്സ്ട്രീമിൽ എതിർക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ കുറച്ച് ലിബറലായി നിന്നത് UAE ആണ്. പക്ഷേ UAEയും ഇത് തന്നെ അംഗീകരിച്ചിരുന്നു. അത് അംഗീകരിക്കാതെ ഇവർ ഒരു സ്പോട്ട് നിലനിർത്തിയത് ബഹ്റൈനാണ്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്കെല്ലാം വന്ന അത്യാവശ്യം മദ്യപിക്കാനും ഉള്ള സൗകര്യം ഒരുക്കുന്നത് ബഹ്റൈനിലാണ്. കാരണം ഈ ബഹ്റൈനും സൗദി അറേബ്യയും തമ്മിൽ ഒരു കടൽപ്പാലത്തിൻ്റെ പാലം 27 കിലോമീറ്ററിൽ 27 കിലോമീറ്റർ കടലിന് അപ്പുറത്തുണ്ടായിരുന്നുകൊണ്ട് അവരെ ഏറ്റവും അടുത്ത ബന്ധമുണ്ടായിരുന്നു. പിന്നെ പാലം വന്നിട്ട് പാലത്തിൻ്റെ നടുക്കാണ് എംബസി ഇരിക്കുന്നത്. അവിടെ പോയിട്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന ഒരു സമ്പ്രദായം വന്നു. അപ്പോൾ ഈ വ്യാഴാഴ്ച വൈകുന്നേരം ആയിക്കഴിഞ്ഞാൽ സൗദി അറേബ്യയിൽ നിന്ന് ആളുകൾ ഇങ്ങനെ ഇവിടെ വരികയും അവിടുത്തെ എല്ലാ ഫ്ലാറ്റുകളും ഒക്യുപ്പൈ ചെയ്യപ്പെടുകയും അത് കഴിഞ്ഞ് പിന്നെ ഇവിടെ 2 ദിവസത്തെ ഈ ആഘോഷം കഴിഞ്ഞ് തിരിച്ചു പോവുകയും ചെയ്യുന്ന ഒരു സമ്പ്രദായം ബഹ്റൈനിലാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇങ്ങനൊരു സംഗതി വരികയും ഒപ്പം എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ വഹാബിസത്തിൻ്റെ പ്രചാരണത്തിന് വേണ്ടിയിട്ട് സൗദി അറേബ്യ സുശക്തമായൊരു പ്രവർത്തനം തുടങ്ങുകയും ചെയ്തു എന്നുള്ളതാണ് വസ്തുത. ആ പ്രവർത്തനങ്ങൾ വന്നു കഴിഞ്ഞപ്പോഴാണ് കല അനിസ്ലാമികമാണെന്ന് വിധിച്ചു, സിനിമ അനിസ്ലാമികമാണെന്ന് വിധിച്ചു, മറ്റു ആഘോഷങ്ങൾ അനിസ്ലാമികമാണെന്ന് വിധിച്ചു. നിങ്ങൾ ഇത് മറ്റേ അവിടുത്തെ ട്രഡീഷണൽ ഡ്രസ്സില്ലേ, ആ ട്രഡീഷണൽ ഡ്രസ്സെല്ലാം അനിസ്ലാമികമാണെന്ന് വിധിച്ചു. സ്ത്രീകൾ ഇങ്ങനെ ആയിരിക്കണം എന്ന് വിധിച്ചു. അങ്ങനെ വന്ന് അതൊരു വളരെ സെക്ടേറിയനായ ഒരു സൊസൈറ്റി ആയിട്ട് മാറ്റപ്പെട്ടു എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ മതവും ഭരണകൂടവും തമ്മിലുള്ള ഒരു സഹകരണ മുന്നണിയായിരുന്നു. ഒന്നിച്ചാണത്. കാരണം സൗദും വഹാബും ഒരുമിച്ചാണല്ലോ തുടങ്ങുന്നത്.
അതുകൊണ്ട് മതത്തിന്റെ സഹായത്തോടെ രാഷ്ട്രം വളർന്നു, രാഷ്ട്രത്തിന്റെ സഹായത്തോടെ മതവും വളർത്തുക, ലോകം മുഴുവനും വളർത്താനുള്ള ഒരു പദ്ധതി അവർ ആവിഷ്കരിക്കുകയും അത് നടപ്പിലാക്കുകയും ചെയ്തു എന്നുള്ളതാണ് വസ്തുത. ലേറ്റസ്റ്റ് ഇപ്പോഴത്തെ പരിഷ്കാരത്തിൽ എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റില്ല. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ലോകത്തിനെ മാറ്റിമറിച്ച കണ്ടുപിടുത്തം എന്ന് പറഞ്ഞ ഇൻ്റർനെറ്റാണ്. ചക്രത്തിന് ശേഷം ലോകത്തെ മാറ്റിമറിച്ചിരിക്കുന്ന കണ്ടുപിടുത്തം ഇൻ്റർനെറ്റാണ്. കാരണം ലോകത്തിൻ്റെ ഏത് മൂലയിലിരുന്നാലും വായുവിലൂടെ ലോകത്ത് നടക്കുന്ന കാര്യങ്ങളെല്ലാം നമ്മുടെ വിരൽ തുമ്പിൽ എത്തുന്നു എന്ന് വന്നപ്പോൾ ലോകം അവിടെ സൗദി അറേബ്യയിലും അവരുടെ വിരൽ തുമ്പത്തും എത്തി. അങ്ങനെ എത്തിക്കഴിഞ്ഞ ഈ സൗദി അറേബ്യയെ ഒരുമിപ്പിച്ച് നിർത്തി ഒരു ഭരണാധികാരി എന്ന നിലക്ക് കൊണ്ടുപോകണമെങ്കിൽ കാലത്തിനൊത്ത മാറ്റത്തിലേക്ക് നമ്മളും പോകണം എന്ന വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പോക്ക്. ഈ രണ്ട് വാക്കാണ്. ഒരു മിനിറ്റ് സാർ, ഈ പുരോഗതിയുടെ സൗദി പുരോഗതിയുടെ രണ്ട് ഘട്ടം സാറ് പറഞ്ഞ രണ്ട് വാക്കിലുണ്ട്. ഒന്ന് ചക്രം, മറ്റൊന്ന് ഇൻ്റർനെറ്റ്. സൗദിയുടെ വളർച്ചയെക്കുറിച്ചുള്ള ഈ പറഞ്ഞ സൗദിയുടെ പുരോഗതിയെക്കുറിച്ചുള്ള വിഖ്യാതമായ ഒരു പുസ്തകത്തിൻ്റെ പേര് ഫ്രം കാമൽ ടു കാഡിലാക്ക് എന്നാണ്. കാഡിലാക്ക് അറിയാലോ, പ്രസിദ്ധമായ കാറാണ്. അത് ചക്രത്തിൻ്റെ ഒരു ചക്രം വന്നതിന് ശേഷം രണ്ടാമത് ഇൻ്റർനെറ്റാണ് സാർ. ഇൻ്റർനെറ്റ്. ആ ഇൻ്റർനെറ്റ് വന്ന സമയത്ത് ഇൻ്റർനെറ്റിൻ്റെ ഒരു ഇൻവേഷനെ തടുത്ത് നിർത്താൻ ഒരു ഭരണാധികാരിക്കും കഴിയില്ല. ശരി. പക്ഷെ അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഒരു ബുദ്ധി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ MBS മുഹമ്മദ് ബിൻ സൽമാൻ്റെ അദ്ദേഹത്തിൻ്റെ ഒരു ബുദ്ധി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മാറ്റത്തിനൊത്ത് തൻ്റെ ജനതയെ മാറ്റിയെടുക്കുക എന്നുള്ള. അവിടെ ഈ മാറ്റം കൊണ്ടുവരുമ്പോൾ ഒരു പ്രശ്നമുണ്ട്. ഒറ്റയടിക്ക് മാറ്റം കൊണ്ടുവരുന്ന സൊസൈറ്റി തകർന്നു പോകും. പക്ഷെ ക്രമമായി ചെയ്തു, ക്രമമായിട്ടേ കൊണ്ടുവരാൻ, സമർത്ഥമായിട്ട് ചെയ്തു. അത് അല്ല ഒറ്റയടിക്ക് ഇത് കൊടുത്തു കഴിഞ്ഞാൽ അരാജകത്വം വരും. അത് പ്രാക്ടിക്കലാണ് അർത്ഥം. വളരെ പ്രാക്ടിക്കലാണ്, സിസ്റ്റമാറ്റിക്കാണ്, ഒരു വിഷണറിയാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഇങ്ങനെ ചെയ്യാൻ കഴിഞ്ഞത്. തീർച്ചയായിട്ടും. അപ്പോൾ ഈ മാറ്റം ഇനി സൗദി അറേബ്യയിൽ നമുക്ക് കാണാൻ കഴിയും. സൗദി അറേബ്യയിൽ നിന്നായിരിക്കും ഒരു പക്ഷേ ഇനി ലോകത്തിലെ ഏറ്റവും നല്ല സിനിമകൾ, ഏറ്റവും നല്ല സാഹിത്യം, ഏറ്റവും നല്ല സ്ത്രീപക്ഷ രചനകളൊക്കെ ഇനി ഉണ്ടാകാൻ ഇടയുള്ളത് സൗദി അറേബ്യയിൽ നിന്നായിരിക്കും എന്നാണ് ഞാൻ കരുതുന്നത്. പ്രതീക്ഷ. ഇന്ത്യയിൽ ഇരുന്നുകൊണ്ട് ലോകത്തെയും ഇസ്ലാമിനെയും വളരെ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്ന ഒരു ഇൻ്റലക്ച്വൽ എന്ന നിലയിൽ സാറിൻ്റെ നിരീക്ഷണം തീർച്ചയായിട്ടും MBS ഉൾപ്പെടെയുള്ളവർക്കും അവരുടെ ഭരണകൂടത്തിനും ലോകമെങ്ങും പ്രത്യേകിച്ച് സൗദി അറേബ്യയിൽ ജീവിക്കുന്ന പ്രവാസികളായ മുഴുവൻ മനുഷ്യർക്കും പുതിയ വെളിച്ചം നൽകുന്നതാണ് എൻ്റെ പ്രതീക്ഷ. സാറിൻ്റെ വാക്കുകൾ ഞാൻ ഒരിക്കൽ കൂടി എടുത്തുകൊണ്ട് പറയട്ടെ, സൗദി അറേബ്യയുടെ പുതിയ പരിഷ്കാരങ്ങൾക്ക് അങ്ങ് എല്ലാ ഭാവുകങ്ങളും നേരുന്നു. ഓക്കെ സാർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.